ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ച് കളയുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കുരുത്തോലയേന്തി വെള്ള നിലയങ്കി ധരിച്ച് ഒരു മഹാപുരുഷാരം ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന വേളയിൽ അവരാരെന്ന് ചോദിക്കുമ്പോൾ ദൂതൻ യോഹന്നാൻ്റെ അടുക്കൽ പറയുകയാണ്, അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്, എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അവരുടെ അങ്കിയെ നന്നായി കഴുകി വെളുപ്പിച്ചവരാണ് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് ആ കുരുത്തോലയേന്തിയ നിലയങ്കി ധരിച്ച പുരുഷാരത്തെ സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് മേയ്ക്കുന്നതിനെയാണ് കാണുന്നത്. ആ വാക്യത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫീഡ്, ലീഡ്, വൈപ്പ്. 3 കാര്യങ്ങളാണ്: മേയ്ക്കുക, നടത്തുക, തുടയ്ക്കുക. ഫീഡ്, ലീഡ്, വൈപ്പ്. ഒരു ഷെപ്പേർഡിൻ്റെ 3 കർത്തവ്യങ്ങളാണ് അവിടെ കാണുന്നത്. പക്ഷേ ഈ വാക്യത്തിൽ ഭയങ്കര വൈരുദ്ധ്യാത്മികമായി നമുക്കൊരു കാര്യം കാണാൻ കഴിയും. സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയ്ക്കുന്നു. ലോകത്തിൽ ആരാണ് മേയ്ക്കുന്നതെന്നറിയാമോ? ഇടയനാണ് മേയ്ക്കുന്നത്. ഇടയൻ മേയ്ക്കുന്നതിൽ ഏറ്റവും സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുന്നത് ആരെയാണെന്നറിയാമോ? കുഞ്ഞാടിനെയാണ്. എന്നാൽ ഇവിടെ കുഞ്ഞാട് ഈ ഏറ്റവും ഭൂമിയിൽ സൂക്ഷ്മതയോടെ മേയ്ക്കപ്പെടുന്നതായ കുഞ്ഞാടിപ്പോൾ സ്വർഗത്തിൽ എന്ത് ചെയ്യുകയാണ്? സ്വർഗത്തിൽ ഒരു ഇടയനായി ഇരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദ്വിമുഖ പ്രഭാവമാണ് നാം അവിടെ കാണുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന കുഞ്ഞാടാണെങ്കിൽ, അപ്പോൾ തന്നെ അവൻ നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി നമ്മുടെ യാഗവുമായി തിരശ്ശീലയ്ക്കകത്തേക്ക് കടന്നുപോയ പുരോഹിതനുമാണ്. അവൻ നമ്മുടെ പ്രാണന് വേണ്ടി മധ്യസ്ഥം അവൻ നമ്മുടെ പ്രാണന് വേണ്ടി യാഗമായി തീർന്ന കുഞ്ഞാടാണെങ്കിൽ, അവൻ കുഞ്ഞാട് മാത്രവുമല്ല, ഇവിടെ ശ്രദ്ധിച്ച്, അവൻ കുഞ്ഞാട് മാത്രവുമല്ല, പകരം അവൻ ആരാണ്? അവൻ ഇടയനുമാണ്. അവൻ അവിടെ കുഞ്ഞാട് മേയ്ക്കുകയാണ്. ആകയാൽ അറുക്കപ്പെട്ട കുഞ്ഞാട് നിത്യതയിലെ ഇടയനാണെന്നുള്ള ഒരു ഉപദേശത്തിൻ്റെ ആഴമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതല്ല ഇന്നത്തെ ധ്യാന വിഷയം. അതിൻ്റെ 1-ാമത്തെ ഭാഗം ഇങ്ങനെയാണ്: കുഞ്ഞാട് അവരെ മേയ്ക്കുകയാണ്. ആമേൻ. അവിടെ ഫീഡ് ചെയ്യുകയാണ്. 2-ാമതായി പറയുകയാണ്, അവരെ ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തും. വായു തുറന്ന് പറഞ്ഞേ, ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തും. എന്താ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം? ഉറവ എന്നൊരു ഭാഗമാണ് കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് 3 വിധ ഉറവുകളെ ദൈവം നൽകും. 3 വിധ ഉറവുകളെ ദൈവം നൽകും. ഒന്നാമതായി 87-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ, 87-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ ഉറവുകൾ ഒക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. അപ്പോൾ ഉറവുകൾ മുഴുവൻ എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ്. വീണ്ടും ഈ സ്വർഗീയ ദർശനത്തിലേക്ക് കടന്നു പോകുമ്പോൾ സിംഹാസനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നത് കണ്ടു. വീണ്ടും യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒരു നദി ഒഴുകുന്നത് കണ്ടു. അപ്പോൾ ദൈവത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഫൗണ്ടൻ നിൽക്കുന്നത്. ദൈവത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഉറവ നിൽക്കുന്നത്. ദൈവത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഉറവയും, ദൈവത്തിലാണ് ഒരു മനുഷ്യൻ്റെ സകല പ്രൊവിഷനുകളോ, ഒരു മനുഷ്യൻ്റെ സകല ഉറവുകളോ, അത് ദൈവത്തിലാകുന്നു. ഇന്ന് പകൽക്കാലം ആദരം തുറന്ന് പറഞ്ഞേ, എൻ്റെ ഉറവ ദൈവമാണ്, എൻ്റെ ഉറവ ദൈവമാണ്, എൻ്റെ ഉറവ ദൈവമാണ്, എൻ്റെ സമാധാനത്തിൻ്റെ ഉറവ ദൈവമാണ്. വായു തുറന്ന് പറഞ്ഞേ, എൻ്റെ ബൈബിളുകളെ അടച്ചു വെച്ചിട്ട് വായു തുറന്ന് പറഞ്ഞേ, എൻ്റെ സമാധാനത്തിൻ്റെ ഉറവ
ദൈവമാണ്. എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ ദൈവമാണ്. ആമേൻ. എൻ്റെ വിശുദ്ധിയുടെ ഉറവ ദൈവമാണ്. എൻ്റെ ഭക്ഷണത്തിൻ്റെ ഉറവ, എൻ്റെ സമൃദ്ധിയുടെ ഉറവ അത് ദൈവമാണ്. ഇന്ന് പകൽക്കാല ആമേൻ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നുമല്ല, എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ സ്വർഗത്തിലെ ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, എൻ്റെ ഉറവ ദൈവമാണ്, എൻ്റെ ഉറവ ദൈവമാണ്. സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയണോ, എൻ്റെ ഉറവ ദൈവമാകുന്നു. ആമേൻ. സംഗീതക്കാര് നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയണോ, ആമേൻ, എൻ്റെ ഉറവ ദൈവമാകുന്നു. എന്നാൽ രണ്ടാമത്തെ ഉറവ എന്ന് നാം പഠിക്കുമ്പോൾ, യേശു കർത്താവ് യാക്കോബിൻ്റെ ഉറവിങ്കൽ വെച്ച് ആമേൻ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയുടെ അടുക്കൽ സംസാരിക്കുകയാണ്. ശമരിയ സ്ത്രീയുടെ അടുക്കൽ സംസാരിക്കുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഒരുത്തന് വെള്ളം കൊടുത്താൽ ആ വെള്ളം കുടിച്ചവൻ്റെ ദാഹം മാറുകയല്ല, അവൻ ആരായി മാറ്റപ്പെടും? അവനൊരു ഉറവയായി മാറ്റപ്പെടും. ആകയാൽ ദൈവം നിനക്കൊരു ഉറവയായിരിക്കുന്നത് പോലെ ആമേൻ, ആമേൻ, നീ ആരായി തീരും? നീ പിന്നീട് ഒരു ഉറവയായി മാറ്റപ്പെടും. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുക. ഏതെന്ന ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് നദികൾ പുറപ്പെട്ടു. ദൈവസഭ ഒരു ഉറവയാണ്, ഒരു അഭിഷക്തൻ ഒരു ഉറവയാണ്. ഇന്ന് പ്രഭാതത്തിങ്കൽ അഭിഷക്തൻ ഇവിടെ ആരാധനയിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞാനൊരു അനുഗ്രഹമായിരിക്കുക, ഞാനൊരു അത്ഭുതമായിരിക്കുക, ഞാനൊരു അനുഗ്രഹത്തിൻ്റെ ഉറവയായിരിക്കുക. ഇന്ന് പകൽക്കാല നീ ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ ഉറവ നീയാണ്, നീ ആയിരിക്കുന്ന സഭയുടെ ഉറവ നീയാണ്, നീ ആയിരിക്കുന്ന കുടുംബത്തിൻ്റെ ഉറവ നീയാണ്, നീ ആയിരിക്കുന്ന ദേശത്തിൻ്റെ ഉറവ നീയാണ്. നിന്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിൻ്റെ ഉറവയാണ്, നിന്റെ വിശ്വാസം നിന്റെ തലമുറയുടെ ഉറവയാണ്, നിന്റെ കണ്ണുനീര് നിന്റെ കുടുംബത്തിൻ്റെ ഉറവയാണ്. എന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ആ ഉറവ കവിഞ്ഞൊഴുകുവാൻ തുടങ്ങുക. ഇന്ന് പകൽക്കാലം നീ അറിയണ, നീ ഒരു ഉറവയെ തേടി പോകുന്നവനല്ല, നീ തന്നെ ഒരു ഉറവയാണ്. ആമേൻ. നീ ഒരു അനുഗ്രഹമാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു, ഞാനൊരു ഉറവയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളം തേടി അലയത്തില്ല, കാരണം ഞാനൊരു ഉറവയാണ്. എൻ്റെ കുടുംബം വെള്ളം തേടി അലയത്തില്ല, കാരണം ഞാനൊരു ഉറവയാണ്. ഇന്ന് പകൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ഒരു ഉറവയാണ്. ഇന്ന് പകൽ ദൈവത്തിങ്കൽ നിന്ന് ആമേൻ, ദൈവത്തിങ്കൽ നിന്ന് വെള്ളം കുടിക്കുന്ന ദൈവ പൈതലെ, നീ ഒരു ഉറവയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ കുടിച്ചു കഴിഞ്ഞാൽ അവൻ ആരായി തീരോ? അവൻ പൊങ്ങി വരുന്ന ഒരു നീരുറവയായി തീരോ, പൊങ്ങി വരുന്ന ഒരു നീരുറവയായി തീരോ. എന്താണ് പൊങ്ങി വരുന്ന നീരുറവയുടെ പ്രത്യേകത എന്നറിയാമോ? ആമേൻ. മണ്ണിൽ നിന്നൊരു നീരുറവ വന്നു കഴിഞ്ഞാൽ അത് പൊങ്ങി വരത്തില്ല, അത് പതുക്കെ നനഞ്ഞേ വരത്തുള്ളൂ. പക്ഷെ ഒരു പാറ പൊട്ടിയാൽ ആ പാറയ്ക്കകത്തുനിന്ന് നനവല്ല വരുന്നത്, ആ പാറയ്ക്കകത്തുനിന്ന് വെള്ളം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇങ്ങനെ തെറിച്ചു പൊങ്ങുന്നത് കാണുവാൻ കഴിയാം. ഇന്ന് പകൽ നീ അറിയണ, പ്രതികൂലത്തിന്റെ പാറയ്ക്കകത്ത് ആമേൻ, പൊട്ടുന്ന പാറ പൊട്ടുന്ന പോലെ ഭീകരമായ വേദനയ്ക്കകത്ത് നീ കടന്നു പോകുന്നതിന്റെ പിമ്പിലൊരു മർമ്മമുണ്ട്. നീ ഒരു ഉറവയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ആരാണ്? നീ പറഞ്ഞാട്ട് ഞാനൊരു ഉറവയാണ്. എത്ര കാലത്തേക്കൊരു ഉറവയ്ക്ക് നിൽക്കാൻ കഴിയാ? ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, നിങ്ങളുടെ വീട് ചിലപ്പോൾ 2 തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലൊരു കിണറുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു ഉറവയുണ്ടെങ്കിൽ, അത് എത്ര തലമുറകൾക്ക് കുടിക്കാൻ കഴിയാ? തലമുറ കുടിക്കാൻ കഴിയാ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ഉപവസിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവ പൈതലെ, നിന്റെ പ്രാർത്ഥന ഒരു സീസണിന്റെ ബ്ലെസ്സിംഗ് അല്ല, നിന്റെ പ്രാർത്ഥന ഒരു ജനറേഷന്റെ ബ്ലെസ്സിംഗ് അല്ല. നിന്റെ പ്രാർത്ഥന, നിന്റെ വിശ്വാസം അത് തലമുറ നീണ്ടു നിൽക്കുന്ന ഒരു ജനറേഷണൽ ഫൗണ്ടൻ, ഒരു ജനറേഷണൽ റിസോഴ്സ്. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ മുഴങ്കാലിൻ്റെ തഴമ്പ് അതൊരു സീസണൽ ബ്ലെസ്സിംഗ് അല്ല, അതൊരു ജനറേഷണൽ അല്ലല്ല. ഞാൻ പറയുന്നത് ശരിയല്ല, അതൊരു എവർലാസ്റ്റിംഗ് ആയിരിക്കും. നിത്യതയിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിരിക്കും.
സ്തോത്ര. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു നീരുറവാണ്. രണ്ട്, സ്തോത്ര, ആമേൻ, രണ്ട്, നമ്മൾ ഓരോരുത്തരോ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ തലമുറയുടെ നീരുറവാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെ അടുക്കലും ഞാൻ പറയുന്നു, രഹോബോത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനല്ല വരേണ്ടത്, പകരം രഹോബോത്തിലെ ഒരു ഉറവയായിരിക്കും ഞാൻ. യെസ്, രഹോബോത്തിൽ നിന്ന് പ്രസംഗം കേട്ട് വിടുതലെടുക്കുന്നതിനപ്പുറമായി സ്വർഗം എൻ്റെ മേലിട്ട അഭിഷേകത്തിൽ ഞാൻ രഹോബോത്തിൽ നിന്ന് ഈ ദേശത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താം. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ, ഞാൻ ദൈവത്തിന് ഒരു ഉറവയായിരിക്കുക. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നവർ. എന്നാൽ മൂന്ന്, ദൈവം നമുക്ക് എവിടെയും ഒരു ഉറവിനെ തരും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 7:17 പറഞ്ഞത്, കുഞ്ഞാട് ഒരു ഉറവയായിരിക്കുകയല്ല, ആ വന്നവരെ ഒരു ഉറവയാക്കുകയല്ല, പകരം ചില ഉറവുകളിലേക്ക് ദൈവം അവരെ എന്ത് ചെയ്യുകയാണ്, കുഞ്ഞാട് അവരെ എന്ത് ചെയ്യുകയാണ്, നടത്തുകയാണ്. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എൻ്റെ ദാഹം തീരുന്ന ഉറവയിലേക്ക് എൻ്റെ ദൈവം എന്നെ നടത്തോ. ഈ 2026 നീ ഒരു ഉറവിങ്കലേക്ക് നടത്തപ്പെടുന്ന വർഷമാണ്. നീ ഒരു ഉറവിങ്കലേക്ക് നടത്തപ്പെടുന്ന വർഷമാണ്. ആമേൻ. ഇന്ന് പകൽ അധരം തുറന്ന് കരമുയർത്തി പറഞ്ഞേ, ഞാനൊരു ഉറവിങ്കലെത്തും, ഞാനൊരു ഉറവിങ്കലെത്തും, ഞാനൊരു ഉറവിങ്കലെത്തും, ഞാനൊരു ഉറവിങ്കലെത്തും. ഒരു നന്മയുടെ ഉറവിങ്കൽ, ഒരനുഗ്രഹത്തിൻ്റെ ഉറവിങ്കൽ ഞാൻ എത്തും, ഞാനെത്തും, ഞാനെത്തും, ഞാനെത്തും. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയട്ടെ, എവിടെയൊക്കെ ഒരു ഭക്തൻ ഉറവിങ്കൽ എത്തിയിട്ടുണ്ടോ അവൻ്റെ ജീവിതത്തിൽ അത് വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമാണ്. ഞാൻ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുവാൻ എലയാസറിനെ പറഞ്ഞു വിട്ടോ. എലയാസറിൻ്റെ ദൗത്യം എവിടെയാണ് നിറവേറിയതെന്നറിയാമോ? ഒരു കിണറിൻ്റെ തീരത്തിലാണ്. ശമര്യയുടെ സുവിശേഷീകരണം ആരംഭിച്ചത് എവിടെയാണെന്നറിയാമോ? യാക്കോബിൻ്റെ ഉറവിങ്കലാണ്. സ്തോത്ര. യാക്കോബ് വീട്ടിൽ നിന്ന് ഓടിപ്പോയി ലാബാന്റെ മകളെ കണ്ടത് എവിടെയാണെന്നറിയാമോ? ഒരു ഉറവിങ്കലാണ്. മോശ മിദ്യാനിലെത്തി യിത്രോവിനെയും റെഗുവേലിനെയും പുത്രിമാരെയും കണ്ടത് എവിടെ വെച്ചാണെന്നറിയാമോ? ഒരു ഉറവിങ്കലാണ്. അങ്ങനെയെങ്കിൽ ഈ വർഷത്തിൽ നീ ഒരു ഉറവിങ്കൽ എത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാളുകളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിൻ്റെ സ്ഥലത്ത് നീ കണക്കാകുക. ഇന്ന് മകൾ വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. എന്നാൽ ഒരു ഉറവിങ്കൽ എത്തുമ്പോൾ ആമേൻ, ഈ ഉറവിങ്കലേക്ക് ദൈവം നടത്തും. ഉറവിങ്കലേക്ക് ദൈവം നടത്തുമ്പോൾ ചെയ്യുന്നതായിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. അതിൽ 4ാമത്തേതാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. എന്താണ് ഉറവിങ്കലേക്ക് ദൈവം എത്തുമ്പോൾ? നമ്മൾ ഒരിടത്തേക്ക് വരും, അവിടെ ഒരു ഉറവയുണ്ടെന്ന് നമ്മൾ അറിയത്തില്ല. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ എത്തിയ ഇടത്തൊരു ഉറവയുണ്ടെന്ന് നിങ്ങൾ അറിയത്തില്ല. പക്ഷേ അവിടെ നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു ഉറവ വെളിപ്പെട്ട് വരും. ഞാൻ പറയുന്നു, ഇന്ന് നീ കാണുന്ന ചില വരണ്ട ഇടങ്ങൾക്കകത്ത് നിന്റെ അഭിഷേകം പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്നൊരു ഉറവ പൊട്ടി വരും. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ ശിംശോൻ ലേഹിയിലെത്തി. ലേഹിയിൽ തൻ്റെ കയ്യിലിരുന്ന താടിയിൽ എറിഞ്ഞു കളഞ്ഞ് മരണം മുന്നിൽ കാണുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപാകെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ശിംശോൻ ലേഹിയിൽ വന്നപ്പോൾ അതൊരു മൊട്ടക്കുന്നായിരുന്നു. പക്ഷേ ശിംശോന്റെ പ്രാർത്ഥനയുടെ മുൻപാകെ അവിടെ ഒരു കുഴി പിളർന്നു. അതിന്റെ പേർ ഏൻ ഹക്കോരെ എന്നാണ്. എന്താണ് ഏൻ ഹക്കോരെ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? നിലവിളിക്കുന്നവന്റെ ഉറവ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്നിൽ കൂടെ ദൈവം ചില ഉറവുകളെ തുറക്കുക. എപ്പോഴാണെന്നറിയാമോ? നിലവിളി ചില ഉറവുകളെ തുറക്കുക. ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്ന മൊട്ടക്കുന്നിനകത്ത് ഒരു ഉറവയുണ്ട്. യെസ്, let me repeat, നീ ആയിരിക്കുന്ന മൊട്ടക്കുന്നിനകത്ത് ഒരു ഉറവയുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് തുറക്കുന്നത്? നിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ, നിന്റെ പ്രാർത്ഥനയുടെ മുൻപാകെ.
Hey, 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 hey. Lord, shalom. Rijana ragala badima gajana maduni midagara bada adana majini midaga dagadi gajuna madana vaidava shambrabo labarthi vesh mani jaladhanam vidam prabosh bartheni innu pagal idinagathu ചിലരുടെ മേൽ ഒരു പ്രാർത്ഥനയുടെ ദൈവകൃപ വ്യാപരിക്കട്ടെ. ലേഹിയുടെ മൊട്ടക്കുന്നിൽ ഒരു കുഴി തുറന്നെടുക്കാൻ, ലേഹിയുടെ മൊട്ടക്കുന്നിൽ ഒരു കുഴി തുറന്നെടുക്കാൻ ഈ ശിംശോനെ ദൈവം അയച്ചതുപോലെ ലാ പാരാസഖമനെ ഇസ്രായേലും മോശയും രഫീദീമിൽ വന്നപ്പോൾ അവിടെ ഒരു ഉറവയും കണ്ടില്ല. പക്ഷേ മോശ ചെങ്കടലിനെ പിളർത്തിയ വടിയും എടുത്ത് പാറയെ അടിക്കുമ്പോൾ അവിടെ ഒരു ഉറവ തുറന്നു വന്നു. മോശയും ഇസ്രായേലും കാദേശിലെത്തിയപ്പോൾ അവിടെ ഒരു ഉറവ കണ്ടില്ല. ദൈവം മോശയോട് പറഞ്ഞു, നീ ആ പാറയോട് കൽപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഉറവ പുറപ്പെട്ടു വരും. ഇന്ന് പകൽക്കാല രഫീദീമിൽ ദൈവം നിന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു ഉറവ കണ്ടിട്ടല്ല കൊണ്ടുപോകുന്നത്. കാദേശിൽ നിന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു ഉറവ കണ്ടിട്ടല്ല കൊണ്ടുപോകുന്നത്. പക്ഷേ ആ മൊട്ട കുന്നുകളിൽ ദൈവം നിന്നെ എത്തിക്കുന്നത് നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം കൊണ്ട്, നിന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസം കൊണ്ട്, നിന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകം കൊണ്ട് നിനക്ക് അവിടെ ഒരു ഉറവ തുറന്നെടുക്കാൻ കഴിയുമെന്ന് ദൈവത്തിനൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്. ജീസസ്, ഇന്ന് പകൽ ദൈവം കൊണ്ടുവന്ന രഫീദീമിൽ പറ, ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ഉറവയുണ്ട്. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന കാദേശിൽ നോക്കിയിട്ട് പറ, ഇതിനകത്ത് ഒരു ഉറവയുണ്ട്. There is a fountain in the dry land. ജീസസ്, ജീസസ്, ജീസസ്. അപ്പൊ ദൈവം ഉറവയിലേക്ക് കൊണ്ടുവരും. ദൈവം ഉറവയിലേക്ക് കൊണ്ടുവരും. പക്ഷെ ആ ഉറവ എന്തായിരിക്കുമെന്നറിയാമോ? ആ ഉറവ മറഞ്ഞു കിടക്കുന്ന ഉറവയായിരിക്കും. മറഞ്ഞു കിടക്കുന്ന ഉറവയിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന, മറഞ്ഞു കിടക്കുന്ന ഉറവയിൽ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം, മറഞ്ഞു കിടക്കുന്ന ഉറവയിൽ എൻ്റെയും നിങ്ങളുടെയും അഭിഷേകം അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മൊട്ടക്കുന്നെന്ന്, തീക്കൽപ്പാറയെന്ന്, വരണ്ട മണ്ണെന്ന് പറഞ്ഞ ഇടം എന്തായി മാറ്റപ്പെടും? അതൊരു ഉറവയായി മാറ്റപ്പെടും. ഇന്ന് പകൽ നീ നിൽക്കുന്ന ഇടത്തൊരു ഉറവയുണ്ട്. ആ ഉറവ പ്രാർത്ഥിക്കുന്നവന്റെ ഉറവയാണ്. ആ ഉറവ അഭിഷേകമുള്ളവന്റെ ഉറവയാണ്. ദൈവം ഒരു മൊട്ടക്കുന്നിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്ത് തരും? ഒരു തീക്കൽപ്പാറയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്ത് തരും? ഒരു ഉറവയെ തുറന്നു തരും. ആമേൻ. രണ്ട്, ഒരു ഉറവയെ എന്തെന്നാൽ ദൈവം ചെയ്യുന്നത് എന്തെന്നാൽ 23-ാം സങ്കീർത്തനം പറയുന്നു, അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിങ്കലേക്ക് എന്നെ നടത്തും. ഒരു നല്ല നീരുറവ, ഒഴുകി തെളിഞ്ഞു കിടക്കുന്ന ഒരു ഉറവയിലേക്ക് ദൈവം എന്ത് ചെയ്യുക? നമ്മളെ അങ്ങനെ കൊണ്ടുപോയി. ബൈബിളുകളെ അടച്ചാട്ടെ, ശ്രദ്ധിച്ചാട്ടെ. ദൈവം നമ്മളെ അങ്ങനെ ഒരു ഉറവയിലേക്ക് കൊണ്ടുപോകുക. ഇന്ന് പകൽക്കാല വരണ്ട ഇടത്തു നിന്ന് ദൈവം നിന്നെ ഒരു നീരൊഴുക്കുള്ള ഇടത്തേക്ക്, ഒരു നല്ല ഇടത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുക. ഇന്നത്തെ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരിക. നീരൊഴുക്കുകളുടെ അരികത്തേക്ക് എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോകുക. ആമേൻ. ഇസ്രായേലിൻ്റെ നടുവിൽ പ്രവാചക ദൗത്യത്തിൽ കയറി നിന്ന ഏലിയാവിൻ്റെ അടുക്കൽ പറഞ്ഞു, ഏലിയാവ്, നീ ആത്മാവിൻ്റെ നിയോഗത്തിൽ സഞ്ചരിച്ചോ? കെരീത്തിന്റെ പാറപ്പുറങ്ങൾക്കപ്പുറത്ത് ഒരു മറഞ്ഞിരിക്കുന്ന തോട്ടിൽ ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാം. അവിടെ നിന്ന് ഞാൻ നിന്നെ പോറ്റി പുലർത്താം. ഇന്ന് പകൽക്കാല ദൈവം നിനക്ക് വേണ്ടി ഒരു കെരീത്തിന്റെ തോട് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് അവൻ നിന്നെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഒന്ന്, മറഞ്ഞിരിക്കുന്ന തോടിനെ ദൈവം, മറഞ്ഞിരിക്കുന്ന ഉറവിനെ ദൈവം എന്നിലും നിങ്ങളിലും കിടക്കുന്ന അതേ അഭിഷേകം കൊണ്ട് തന്നെ ദൈവം പുറത്തെടുക്കുക. രണ്ട്, സ്വച്ഛ സ്ഫടികമായ നല്ല ഒരു ഉറവിങ്കലേക്ക് ദൈവം നമ്മളെ നടത്തുക. മൂന്നാമത്തെ ഒരു വിഷയം, അത് വളരെ പ്രശ്നകരമായ വിഷയമാണ് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം അവളുടെ കണ്ണ്
തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. സ്തോത്ര. അവൾക്ക് വേണ്ടി ദൈവം ഒരു നീരുറവ് തുറന്നെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. അവൾ പ്രാർത്ഥിച്ചപ്പോൾ ഉറവ തുറന്നു വന്നെന്നാണോ എഴുതിയത്? അല്ല. പകരം എന്താണ്? അവിടെ ഒരു ഉറവ ഉണ്ടായിരുന്നു. ആമേൻ. അവിടെ ഒരു ഉറവ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അത് കാണാൻ കഴിഞ്ഞില്ല. അത് കാണാതെ വണ്ണം അവളുടെ കണ്ണ് കെട്ടിയിരുന്നു. ഉറവയല്ല കെട്ടപ്പെട്ടിരുന്നത്, കണ്ണാണ് കെട്ടപ്പെട്ടിരുന്നത്. ഇന്ന് പകൽക്കാലം നീ പറയുന്നു എൻ്റെ നന്മ കെട്ടിയിരിക്കുകയാണെന്ന്. നിന്റെ നന്മയല്ല പൊന്നച്ചായ കെട്ടിയിരിക്കുന്നത്, നിന്നെയാ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ സഭായോഗത്തിന് ഇങ്ങനെ മലന്ന് കിടന്നുറങ്ങുന്നത്. സ്തോത്ര. നിന്റെ ഉറവയല്ല കെട്ടിയത്, നിന്നെയാ കെട്ടിയത്. സ്തോത്ര. ആമേൻ. 19-ാം വാക്യം. അവളുടെ കണ്ണു തുറന്നോ, അവളൊരു ഉറവ കണ്ടോ. ആമേൻ. മലന്ന് കിടന്നുറങ്ങുന്നവരൊക്കെ ഒന്ന് കണ്ണു തുറക്ക്. ജീവിതത്തിൽ വല്ല നന്മയും കാണണമെങ്കിൽ ദൈവം അവളുടെ കണ്ണു തുറന്നോ. അവൾ ഒരു നീരുറവ് കണ്ടോ. പക്ഷേ അവളുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 14-ാം വാക്യത്തിൽ അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. ഇന്ന് പകൽക്കാലം നീ ഒരു കാര്യം അറിയണോ? നിനക്ക് തുറക്കേണ്ട ദർശന മണ്ഡലങ്ങൾ തുറക്കാതെ നിന്റെ ഉഴൽച്ചകൾ തീരത്തില്ല. എപ്പോൾ അവന്റെ കണ്ണു തുറക്കാൻ തുടങ്ങിയോ, അവന് വേണ്ടി ദൈവം കരുതിയ ഉറവുകൾ അവൻ കാണാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽ നിന്നോട് പറയാ, നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. പക്ഷെ അത് കാണാതെ വേണ്ട ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ കണ്ണുകളെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ലാർത്ഥമാന ഹടനമാനിയ പ്രമനഘടക സദനഘടക ലഗാദിയ. ഇന്ന് പകൽക്കാല നിന്റെ നന്മ കാണാതെ വണ്ണം കണ്ണുകെട്ടിയിരിക്കുന്ന ചില പോരുകൾ ഇതിനകത്ത് അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. നീ തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണാതെ വണ്ണം, നീ കണക്റ്റാകേണ്ട നന്മ കാണാതെ വണ്ണം നിന്റെ കണ്ണുകളെ ഇരുട്ടാക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ ഇന്ന് പകൽ ഞാൻ ദൈവാധികാരത്തിൽ ജയമെടുക്കുന്നു. കൃപ ലഭിച്ച ദൈവജന അതരം തുറന്ന് അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം ചിലരുടെ കണ്ണുകൾ തുറക്കുകയാണ്. നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നീരുറവ അവൾ കണ്ടെത്തും നടന്നവരെയും അവൾ എന്ത് ചെയ്യുകയായിരുന്നു? ഉഴന്ന് നടക്കുകയായിരുന്നു. ഇനി ഇവൾ ഉഴന്ന് നടന്ന മരുഭൂമിയുടെ പേരെന്താണെന്നറിയാമോ? ബേർശേബ. ആമേൻ. ബേർശേബ മരുഭൂമിയിൽ അവൾ ഉഴന്ന് നടന്നു. ഇന്ന് പകൽക്കാല ബേർശേബ മരുഭൂമിയിൽ നീ ഉഴന്ന് നടക്കേണ്ടവരല്ല. പകരം നീ എന്ത് ചെയ്യേണ്ടതാണ്? ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുന്ന, ഉടമ്പടി കിടക്കുന്ന നനവുള്ള മണ്ണിൽ നീ ഒരു മരുഭൂമി പോലെ ഉഴന്ന് നടക്കേണ്ടവളല്ല, നടക്കേണ്ടവനല്ല. നിന്റെ കണ്ണുകളെ തുറക്കട്ടെ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ, ഞാൻ നടക്കേണ്ടുന്ന വഴി നീ എന്നെ ഒന്ന് കാണിച്ചു തരണമേ. അതുകൊണ്ടാ ന്യായപ്രമാണം എടുത്തു വെച്ചിട്ട് ഭക്തൻ പറയുന്നത്, എൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. അതുകൊണ്ട് ശത്രു വന്ന് പാളയമിറങ്ങിയിരിക്കുന്ന പർവ്വതത്തിൻ്റെ നടുവിൽ നിന്ന് എലീശ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ദൈവമേ, കാണത്തക്കവണ്ണം എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കൊച്ചൻ്റെ കണ്ണൊന്ന് തുറക്കണേ. ഗേഹസിക്ക് ഭയങ്കര കാഴ്ചയായിരുന്നു കേട്ടോ. നയമാൻ്റെ കയ്യിലിരിക്കുന്ന പൊന്നും വെള്ളിയും കാണാൻ, അമ്മേ, അപ്പുറത്തോൻ്റെ പോക്കറ്റിരിക്കുന്ന കാശ് കാണാൻ ഇയാൾക്ക് ഭയങ്കര കാഴ്ചയായിരുന്നു. പക്ഷെ സ്വർഗം തുറന്ന് തനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കരുതലുകളെ കാണാൻ അവന് കണ്ണില്ലായിരുന്നു. ഇന്ന് പകൽക്കാല അയൽക്കാരന്റെ അളവ് നോക്കാനല്ല, ദൈവത്തിന്റെ വിശാലത കാണാൻ നിന്റെ കണ്ണു തുറക്കട്ടെ. ജീസസ്. എലീശ പ്രാർത്ഥിച്ചു, ഗേഹസിക്ക് കണ്ണു തുറന്നു. എൻ്റെ ഗേഹസി അതേ കയറി അങ്ങ് പിടിച്ചുകൂടായിരുന്നോ? കർത്താവ്, ഈ തുറന്ന കണ്ണ് അടയാതിരിക്കട്ടെ. ആമേൻ. പക്ഷെ ഗേഹസിക്ക് ആ വിഷൻ റലത്തെ, ആ ദൈവകൃപയെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹി ലോസ്റ്റ് ദ വിഷൻ റല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കൃപാവരം നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥനയിൽ, അഭിഷേകത്തിൽ, ആരാധനയിൽ അഭിഷക്തന്മാരിൽ കൂടെ ദൈവശക്തി ഇമ്പാർട്ട് ചെയ്യുമ്പോൾ നിന്റെ കൃപാവര തലങ്ങൾ തൂണ്ടി
ഉണർത്തപ്പെടുമ്പോൾ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രലോഭനങ്ങളിലോ നിന്റെ അഭിഷേകത്തെ കൃപാവരത്തെ നഷ്ടപ്പെടുത്തരുത്. Ignite, charge the spirit and the anointing in you. സ്തോത്രം. അബ്രഹാം മോറിയാമലയിൽ ചെന്നു, യാഗപീഠം പണിതു, മകനെ അതിന്മേൽ കിടത്തി വിറകടുക്കുകയെല്ലാം ചെയ്തു. പക്ഷേ സ്റ്റോറിയുടെ ട്വിസ്റ്റ് എവിടെയായിരുന്നെന്നറിയാമോ? അവൻ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങി കിടക്കുന്ന കാഴ്ച അവൻ കാണുമ്പോഴായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ മോറിയാമലയിൽ വന്നാൽ, നീ ആരാധിക്കാൻ ഒരുക്കമുള്ളവനാണെങ്കിൽ, നീ സമർപ്പിക്കാൻ ഒരുക്കമുള്ളവനാണെങ്കിൽ, നിന്റെ ഹിസ്റ്ററിക്ക് ഒരു ഷിഫ്റ്റ് വരണമെങ്കിൽ, നിന്റെ ലൈഫ് സ്റ്റോറിക്ക് ഒരു ഷിഫ്റ്റ് വരണമെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി കരുതിയ ആ കരുതൽ, ദൈവം നിനക്ക് വേണ്ടി കരുതിയ ആ കരുതൽ ഒന്ന് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നിന്റെ സ്റ്റോറി, നിന്റെ ജീവിത കഥയ്ക്കൊരു തിരിവ് വരത്തുള്ളെന്ന് ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ട്, എൻ്റെ ജീവിതത്തിനൊരു തിരിവ് വരണമേ. ശബ്ദമുയർത്തി അതിന് തക്കവണ്ണം എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഇരുകരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഇരുകരങ്ങളെ തലയ്ക്ക് മീതെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എന്നിട്ട് യേശുപ്പായോടൊന്ന് പറഞ്ഞേ, അപ്പാ ഞാൻ കാണേണ്ടത് കാണാൻ തക്കവണ്ണ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ കാണേണ്ടത് കാണാൻ തക്കവണ്ണ എൻ്റെ നന്മയുടെ ഉറവ, എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ, ഞാനത് കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നിന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ നിന്റെ ഉഴൽച്ചകൾ അവസാനിക്കും. കണ്ണുകൾ തുറക്കട്ടെ, ഉഴൽച്ചകൾ അവസാനിക്കട്ടെ. എന്നാൽ ഇന്നത്തെ പ്രധാന ഭാഗം അതല്ല. നാലാമത്തെ ഭാഗം, ഉറവ കണ്ടു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല. ഉറവ ദൈവം കാണിച്ചു, ഉറവെങ്കിലെത്തി, ഉറവ മുന്നിൽ കാണുകയും ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉറവ കുടിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഉറവ കുടിക്കാൻ പറ്റുന്നില്ല? ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 16 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങൾ വേണമെങ്കിൽ ബൈബിൾ തുറന്ന് നോക്കിക്കോ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 16 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങൾ. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പൻ്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശെ എഴുന്നേറ്റ് അവരെ സഹായിച്ചു, അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ റെഗുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു. ഒരു മിസ്രൈമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു, ആടുകളെ കുടിപ്പിച്ചു. ആമേൻ. ഇവിടെ നമുക്കൊരു ആമേൻ. ഇനി ബൈബിളുകളെ അടച്ചാട്ടെ. 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന അപ്പൻ്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. തൊട്ടികൾ നിറച്ചിട്ട് ഈ ആടുകളെ വിളിക്കാൻ പോകുന്ന സമയമായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ നിന്ന ഇടയന്മാർ, മടിയന്മാരായ ഇടയന്മാർ, കയ്യൂക്കുള്ള ഇടയന്മാർ, അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ വന്നിട്ട് ഈ വെള്ളം കോരി വെച്ച 7 പെമ്പിള്ളാർ ചേർന്ന് തൊട്ടികൾ നിറച്ച് വെച്ച, 2 തൊട്ടി നിറച്ചെങ്കിൽ ഇരിക്കട്ടെ, 14 തൊട്ടി വെള്ളം ഇതുങ്ങൾ നിറച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാർ വന്ന് കയ്യൂക്കിനകത്ത് ഇവരെ അടിച്ചു കളഞ്ഞിട്ട്, ഇവരെ ആട്ടിക്കളഞ്ഞിട്ട് ഈ ഇടയന്മാർ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവരുടെ ആടുകളെ കൊണ്ടുവന്ന് കുടിപ്പിക്കുകയാണ്. ഇതൊരു സ്ഥിരം സംഭവമാണ്. ഇവരെ ആദ്യം കോരുന്ന വെള്ളം മുഴുവൻ ആര് കൊണ്ടുപോകുക? ആ ഇടയന്മാർ കൊണ്ടുപോകുക. അത് കഴിഞ്ഞ് ഈ പാവം പെമ്പിള്ളാർ എന്തോ ചെയ്യുമെന്നറിയാമോ? രണ്ടാമത് ഇറങ്ങി പിന്നെയും കോരും. അത് കുടിപ്പിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താകും? ഒരു സമയമാകും. അതുകൊണ്ട് അപ്പൻ ചോദിച്ചത്, ഇന്ന് നിങ്ങൾ ആമേൻ ഇത്ര വേഗം വന്നതെന്ത്? ആമേൻ, ഉറവയുണ്ട്, കോരാൻ പറ്റുന്നുണ്ട്, പക്ഷെ കോരി കഴിയുമ്പോൾ ചില
മടിയന്മാരായ ദേശക്കാര്, ചില മടിയന്മാരായ ദേശാധിപ ശക്തികൾ അവർ കടന്നു വന്ന് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇവരധ്വാനിച്ച് കോരി വെച്ചത് മുഴുവനോ അവരുടെ സൗകര്യത്തിന്. അവൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഇതിനെ രണ്ട് ലെവലിൽ ഞാൻ പറയുകയാണ്. സ്പിരിച്വൽ തലത്തിലും സ്പിരിച്വൽ വേൾഡിലോ ഫിസിക്കൽ വേൾഡിലും ഇതിനകം ഇങ്ങനെ കാര്യമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, നീ ഇരുന്ന് ഉപവസിക്കുക, നീ പ്രാർത്ഥിക്കുക, നീ ആത്മാവിൽ പൊരുത, നീ തൊട്ടിക്കകത്ത് വെള്ളം നിറയ്ക്കുക. അപ്പോഴത്തേക്ക് അച്ചായൻ ഇങ്ങോട്ട് ചാടി വന്നിട്ട് രണ്ട് ബഹളമൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇത് അച്ചായന്റെ വെള്ളമായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ അധ്വാന ഫലങ്ങളുടെ വെള്ളത്തെ, നിന്റെ പ്രാർത്ഥനയുടെ വെള്ളത്തെ വേറെ ഒരുത്തനെടുത്ത് അവകാശം പറഞ്ഞ് നിന്നെ പൊട്ടം കളിപ്പിക്കുമ്പോൾ, നിന്റെ ജീവിതത്തെ താമസിപ്പിക്കുമ്പോൾ, ഇന്ന് പകലൊരു മോശ വരട്ടെ. ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ഒരു മോശയെ എഴുന്നേൽപ്പിക്കണം. ഒരു മോശ വരാതെ ഈ വിഷയത്തിന് ഒരു വിടുതലുണ്ടാകത്തില്ല. ഒരു മോശ വരാതെ ഈ വിഷയത്തിനകത്ത് ഒരു മാറ്റമുണ്ടാകത്തില്ല. ഇവർ 7 പേരുണ്ട്. പക്ഷെ 7 പേര് സമൂഹം വരുത്തി വെച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ 7 പേരുണ്ടെങ്കിലും അവരാരാന്നറിയാവോ? അവർ പെമ്പിള്ളാരാ, അവർ സ്ത്രീകളാ. അതുകൊണ്ട് സമൂഹം അവർക്ക് വരുത്തി വെച്ചതായ ചില ലിമിറ്റേഷൻ കൊണ്ട്, സമൂഹം അവർക്ക് വരുത്തി വെച്ച ചില പരിമിതികൾ കൊണ്ട് അവർക്കതിനെ മറികടക്കാൻ കഴിയുന്നില്ല. പക്ഷേ സമൂഹം വരുത്തി വെച്ച പരിമിതിയെ മറികടക്കാൻ ദൈവം ഒരുത്തനെ മിസ്രൈമ്യ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിട്ടോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? സമൂഹം വരുത്തി വെച്ച ചില വിനകളെ, ആമേൻ, പാരമ്പര്യം വരുത്തി വെച്ച ചില വിനകളെ, നാട്ടിലെ സിസ്റ്റം വരുത്തി വെച്ച ചില വിനകളെ ബ്രേക്ക് ചെയ്യാൻ ദൈവം നിനക്ക് വേണ്ടി ഒരു മോശയെ അയക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവൻ ഈ ഇടയന്മാർ വന്ന് ഇവരെ ആട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ വെള്ളത്തെ അവർ പിടിക്കുകയാണ്. പക്ഷെങ്കിൽ അന്ന് അവിടെ അവർ വെള്ളം കുടിപ്പിച്ചില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവിടെ സംഭവിച്ചത്, ഈ ഇടയന്മാരുമായിട്ടുള്ള ഉന്തും തള്ളിലോ ഏറെക്കുറെ 7 തൊട്ടിയിലെയും വെള്ളം എന്ത് സംഭവിച്ചോ? നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് 19-ാം വാക്യത്തിൽ പറയുന്നത്, ഒരു മിസ്രൈമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു. അപ്പോൾ അവർ കോരിയ ആദ്യത്തെ 7 തൊട്ടി വെള്ളം എന്തിയെ? അതവിടുത്തെ ഉന്തിലും തള്ളിലും എന്ത് സംഭവിച്ചോ? അത് മലിനപ്പെട്ടു പോയി. പക്ഷേ അന്നേ ദിവസത്തിൽ ഈ 7 പെമ്പിള്ളാരെ മാറ്റി നിർത്തിയിട്ട് മോശ കിണറ്റിലേക്ക് ഇറങ്ങി ഈ 7 തൊട്ടികളിലെ വെള്ളം നിറച്ചോ. ഇന്ന് പകൽക്കാലം ഞാൻ അതിൽ നിന്നൊരു കാര്യം പറയാ. നിനക്കെതിരായ ദേശാന്തകാര ശക്തികൾ കലക്കിക്കളഞ്ഞ തൊട്ടികൾക്കകത്ത് രക്ഷകൻ ഇന്ന് പകൽ അവിടെ നിറച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു. ആമേൻ, ആമേൻ, ആമേൻ. 2 വാക്കുകളെ ഞാൻ ആ 19-ാം വാക്യത്തിൽ നിന്ന് എടുക്കുക. ഒന്ന്, ഞങ്ങൾ കോരിയത് കുടിപ്പാൻ സമ്മതിക്കാത്ത ഇടയന്മാരുടെ കയ്യിൽ നിന്ന്, ഞങ്ങൾ പ്രാർത്ഥിച്ചത് നേടാൻ കഴിയാത്ത ഇടയന്മാരുടെ കയ്യിൽ നിന്ന്, ഞങ്ങൾ ജോലി ചെയ്ത് മേടിക്കുന്നത് അനുഭവിപ്പിക്കത്തില്ലെന്ന് പറയുന്ന ഇടയന്മാരുടെ കയ്യിൽ നിന്ന്, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞങ്ങൾക്ക് തരത്തില്ലെന്ന് പറയുന്ന ഇടയന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ഒരുത്തനെ ദൈവം എനിക്ക് വേണ്ടി അയക്കുന്നു. തീർന്നില്ല, അവൻ കോരി തന്നുകൂടി പ്രശ്നം പരിഹരിച്ചിട്ട് പോവുകയല്ല, പകരം അവൻ കോമ്പൻസേറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇന്ന് പകൽ നിന്റെ നഷ്ടമായി പോയ വർഷങ്ങൾക്ക് പോട്ടുകുഞ്ഞെന്ന് ദൈവം പറയത്തില്ല. നീ കോരിയത് ശത്രു കലക്കിയെങ്കിൽ അതിന് പകരം ദൈവം കോരി തന്നു കുടിപ്പിക്കും. മോശയ്ക്ക് വേണമെങ്കിൽ ഇടയന്മാരെ ആട്ടിക്കളഞ്ഞിട്ട് എന്നിട്ട് പറയാം, കൊച്ചുങ്ങളെ നിങ്ങൾ പോയി 7 തൊട്ടി വെള്ളം കൂടെ നിറച്ചോ. മോശയ്ക്ക് വേണമെങ്കിൽ അവിടെ നിന്നിട്ട് പറയാം. പക്ഷേ മോശ പറഞ്ഞു, നീ കോരേണ്ടിയ 7 തൊട്ടിയും നീ കോരിയതാ. അവൻ കലക്കിയെന്ന് പറഞ്ഞ് നിന്നെ രണ്ടാമത് ഞാൻ കോരിപ്പിക്കത്തില്ല. അവൻ നശിപ്പിച്ചതിന് ഞാൻ ഉത്തരവാദിയായിരിക്കും. ഞാൻ നിനക്ക് കോരിത്തരും.
ഇന്ന് പകൽ പറഞ്ഞാട്ടെ, പൈശാചിക മണ്ഡലങ്ങളും മാനുഷിക ശക്തികളും കരം കോർത്ത് നിന്നെ നശിപ്പിച്ച് പണ്ടാരം അടക്കിയെടുത്ത് ദൈവം ഇറങ്ങി നിന്ന് കോരിത്തരുമെന്ന്. ജീസസ് നിന്നെ വല്ലാതെ താമസിപ്പിച്ചു, നിന്നെ വല്ലാതെ ലേറ്റാക്കി. പക്ഷേ റഘുവേലി ചോദിക്കുക, ഇന്ന് ഇത്ര വേഗത്തിൽ വന്നതെന്ത്? ഉറവുകളിലെ ഡിലേകൾ കർത്താവ് മാറ്റട്ടെ. ജീസസ് ആമേൻ. കുടിക്കാൻ സമ്മതിക്കാതെ ആട്ടിക്കളയുന്ന ശക്തികൾ, അത് മനുഷ്യരാകട്ടെ, ഭൂതങ്ങളാകട്ടെ, പ്രേതങ്ങളാകട്ടെ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു, ഇനിമേൽ നീ കോരിയ തൊട്ടികൾക്കകത്തു നിന്ന് അവൻ കലക്കത്തില്ല, അവൻ കുടിക്കത്തില്ല. പകരം നിനക്ക് വേണ്ടി വിടുതലുമായി പക്ഷെ 20-ാം വാക്യത്തിൽ റഘുവേൽ ഒരു കാര്യം ചോദിക്കുന്നു, എൻ്റെ മക്കളെ, ഇത്ര കാലം നമ്മൾ കോരിയതൊക്കെ ശത്രു കലക്കി കളയുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നോ? പക്ഷേ ഇന്ന് നിനക്കൊരു വിടുവിപ്പിക്കുന്നവനെ, ഒരു വിടുതലുകാരനെ, ഒരു വീണ്ടെടുപ്പുകാരനെ നിനക്ക് കിട്ടിയില്ലേ? നീ അവനെ വിട്ടയച്ചു പോന്നതെന്ത്? ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എന്നെ വിടിവിക്കാൻ കഴിയുന്ന ഒരുത്തനെ ഞാൻ കണ്ടെത്തി, ശത്രുവിനെ അമർച്ച ചെയ്യാൻ കഴിയുന്ന ഒരുത്തനെ ഞാൻ കണ്ടെത്തി. അവനെ ഞാൻ ഇനിയും വിട്ടേച്ച് പോകത്തില്ല. ആമേൻ. ആയുസ്സുള്ള കാലമല്ല, ഞാൻ അവന്റെ കൂടെ നിൽക്കാം. ജീസസ് 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 ജീസസ്. അപ്പോൾ ഒന്നാമത്തെ ഉറവ കാണാൻ പറ്റും, കോരാൻ പറ്റും. കാണാനും പറ്റും, കോരാനും പറ്റും. പക്ഷെ എന്ത് പറ്റുകയില്ല? കുടിക്കാൻ പറ്റുകയില്ല. കാരണം മടിയന്മാരായ മല്ലന്മാര് നിൽക്കുകയാണ്. ഇവന്മാർക്ക് പെൺപിള്ളേരുടെ മണ്ടയ്ക്ക് കയറാനുള്ള ബലമുണ്ട്, പെൺപിള്ളേരെ ആട്ടിക്കളയാനുള്ള ബലമുണ്ട്. എന്നാ എടാ മല്ലനെ, എടാ മടിയ, നിനക്കെന്താ പോയി വെള്ളം കോരിയാല്? ആമേൻ. ഭാര്യയുടെ മണ്ടയ്ക്ക് കയറുന്ന ഈ ചാട്ടം ബഹളമൊക്കെ ഒരു തൂമ്പ എടുത്ത് 4 കിളകളയ്ക്കുന്നേ വല്ല പ്രയോജനം ഉണ്ടാകുമെന്ന്. ആമേൻ. അപ്പൊ ഇവന് തിണ്ണമെടുക്ക് കാണിക്കാൻ അറിയാം, ഇവന് അവിടെ നിൽക്കുന്ന പെൺപിള്ളാരുടെ അടുക്കൽ ഗമ കാണിക്കാൻ അറിയാം. പക്ഷെ അവൻ എന്ത് കഴിയുന്നില്ലെന്നറിയാമോ? അവന് ഇറങ്ങി കോരാൻ വയ്യ. ഇന്ന് പകൽക്കാലം ദേശാന്തകാരം മടിയ ശക്തികളെ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. 2ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. ആമേൻ. കാണുന്ന ഉറവിൽ നിന്ന് കുടിപ്പാൻ കഴിയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യാക്കോബ് യാത്ര ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അവൻ വെളിം പ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിലെ ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. അവൻ വെളിം പ്രദേശത്ത് ഒരു കിണർ കണ്ടു. തെക്കും വടക്കും നോക്കാതെ വാക്യത്തെ നോക്കിയാട്ടെ. അവൻ വെളിം പ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആമേൻ. ഒരു കിണറിൻ്റെ ചുറ്റും 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. ആമേൻ. എന്നാൽ കിണറ്റിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. തീർന്നില്ല, അടുത്ത വാക്യം. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വായ്ക്കൽ അതിൻ്റെ സ്ഥലത്തു തന്നെ തിരികെ വെക്കുകയും ചെയ്യും.
യാക്കോബ് അവരോട്, സഹോദരന്മാരെ നിങ്ങൾ എവിടുത്തുകാരെന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാന്യരെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ നാഹോറിൻ്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, അവർ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. സുഖം തന്നെ. അവൻ്റെ മകൾ റാഹേലത ആടുകളോടുകൂടെ വരുന്നുവെന്ന് അവർ അവനോട് പറഞ്ഞു. പകലിനിയും വളരെ ഉണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവീനെന്ന് അവൻ പറഞ്ഞതിന് ആ ഇടയന്മാർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ, അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. ആമേൻ. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അപ്പൻ്റെ ആടുകളോട് കൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. സ്തോത്രം. ഇവിടെ ഒരു കിണർ, ഉറവ. ആ ഉറവയുടെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് വരാം. 2-ാം വാക്യം. അവൻ വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടു. വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടു. സഹോദരങ്ങളെ, ഒരു കിണറുണ്ടെങ്കിൽ സാധാരണമായി മനുഷ്യരെന്ത് ചെയ്യും? ആ കിണറിൻ്റെ അടുത്ത് വന്ന് താമസിക്കും. ഓൾ ദ സിവിലൈസേഷൻസ്, എല്ലാ സംസ്കാരങ്ങളും നാഗരികതകളും ഒരു ഉറവിൻ്റെ, ഒരു നദിയുടെ, ഒരു വെള്ളത്തിൻ്റെ അരികത്താണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈവൻ സിവിലൈസേഷൻ്റെ പേരുകൾ പോലും എന്തായിരിക്കുമെന്നറിയാമോ? ഒരു നദി ചേർത്തായിരിക്കും. ഭാരതത്തിലെ പുരാതനമായിരിക്കുന്ന സംസ്കാരം ഏതാണ്? സിവിലൈസേഷൻ ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീ തട സംസ്കാരം. ഇസ്രായേലിനെ പ്രവാസികളായി ബാബിലോണിൽ പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവരെ എവിടെയാണ് കൊണ്ടുപോയി താമസിപ്പിച്ചത്? കെബാർ നദിയുടെ തീരത്ത്. നിങ്ങൾ യൂറോപ്പിൻ്റെ മണ്ണിലേക്കൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ ഏതൊരു പ്രധാന പട്ടണങ്ങളുടെയും നടുക്കുകൂടി എന്ത് കാണാൻ കഴിയോ? ഒരു നദി ഒഴുകുന്നത് കാണുവാൻ കഴിയുക. ഒരു നദിയായിരിക്കും ആ പട്ടണങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കിണറുണ്ട്. പക്ഷേ ആ കിണറിൻ്റെ ചുറ്റും മുഴുവനും എന്താണ്? വെളിമ്പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ ഈ കിണറിനകത്ത് ഈ കിണറിൻ്റെ ചുറ്റും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ആർക്കും വന്ന് ആമേൻ അവിടെ വന്ന് വീട് വെക്കാനോ അതിനെ ഒരു ചെഴുപ്പാക്കാനോ കഴിയുന്നില്ല. പകരം അതൊരു വെറും വെളിമ്പ്രദേശമായി കിടക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഉറവുകൾക്കരികം വെളിമ്പ്രദേശമായി കിടക്കരുത്. ഉറവുകൾക്കകത്ത് ആമേൻ, ദൈവം നൽകിയ ഉറവുകൾക്കകത്ത് അവിടെ പണികൾ നടക്കണം, അവിടെ തൊഴുത്തുകൾ വയ്ക്കപ്പെടണം, അവിടെ കൃഷികൾ നടക്കപ്പെടണം, അവിടെ മരങ്ങൾ നടപ്പെടണം, അവിടെ വരേണ്ടതായ സകല നന്മകളും വരണം. അപ്പോൾ കിണറിൻ്റെ ഒന്നാമത്തെ സിസ്റ്റമേ പ്രശ്നമാണ്. ആ കിണർ അവിടെ ഇത്രയും കാലം ഉണ്ടായിട്ട് വെളിമ്പ്രദേശമാണ് അവിടെ മൊത്തം. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ട് പറയാം. ആ കിണർ ആമേൻ ചില ആധിപത്യങ്ങൾക്ക് കീഴില. ആ കിണർ ഇടയ്ക്ക് തുറക്കുക, ഇടയ്ക്ക് അടയ്ക്കും. പക്ഷേ ഇത് എപ്പോഴും തുറന്നു നിൽക്കുന്ന ഉറവയല്ല. ഈ ഉറവയുടെ അധികാരം ചിലരുടെ കയ്യിലാണ്. ഞാൻ പറയട്ടെ, ഉറവയുടെ അധികാരം ശത്രു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറവ കൊണ്ട് ആർക്കും എന്തുണ്ടാകത്തില്ല? ഒരു പ്രയോജനമുണ്ടാകത്തില്ല. ആമേൻ. ഇവിടെ ഒരു ഉറവ, ഈ ഉറവയുടെ ചുറ്റിനും എന്ത് സംഭവിക്കുകയാണെന്നറിയാമോ? 3 ആട്ടിൻകൂട്ടം കിടക്കുകയാണ്. ആട്ടിൻകൂട്ടം കിടക്കുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എനിക്കൊന്നിച്ചിരി വെള്ളം കിട്ടിയെങ്കിൽ, എനിക്ക് വെള്ളം കിട്ടിയെങ്കിൽ, എനിക്ക് വെള്ളം കിട്ടിയെങ്കിൽ. ഞാൻ ഇതിനകത്തുനിന്നൊരു കാര്യം പറയാം. ബെഥെസ്ദ എന്ന കുളം, ബെഥെസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കരുണ. അപ്പൊ കരുണയുടെ കുളം. കരുണയുടെ കുളത്തിന് ചുറ്റും 5 മണ്ഡപങ്ങളുണ്ട്. 5 മണ്ഡപങ്ങളുടെ അർത്ഥം എന്താണെന്നറിയാമോ? മോശയുടെ ന്യായപ്രമാണത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 5 പുസ്തകങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ന്യായപ്രമാണത്തിൻ്റെ തണലിലിരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ന്യായപ്രമാണത്തിൻ്റെ തണലിലാണ് അവരിയ്ക്കുന്നത്. പക്ഷേ ആ വെള്ളത്തിൽ ആരാണ് ആദ്യം ഇറങ്ങുന്നത്? ആദ്യം ഇറങ്ങുന്നത്? കരുണ. അവിടുത്തെ കരുണ ആർക്കാ കിട്ടുന്നത്? ഒന്നുകിൽ കയ്യൂക്ക് വേണം, അല്ലെങ്കിൽ പിടിപാട് വേണം. ആമേൻ. പിടിപാടും കയ്യൂക്കും ഉള്ളവരെ എന്ത് ചെയ്യത്തുള്ളൂ? ബെഥെസ്ദയിലെ കരുണ ലഭിക്കത്തുള്ളൂ. പേര് കരുണയുടെ കുളമെന്നാണ്, ന്യായപ്രമാണത്തിൻ്റെ തണലാണ്. പക്ഷെ കരുണ കിട്ടണമെങ്കിൽ ഒന്നുകിൽ തനിക്ക് ബലമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം. റെക്കമെൻഡേഷനോ കയ്യൂക്കോ ഇല്ലാതെ ഇവിടുത്തെ കരുണ കിട്ടത്തില്ല. ഇതുപോലെ ഒരു ഉറവ
ഉറവയാണ്. ഏതെന്നറിയാമോ? സ്തോത്ര, കിഴക്കരുടെ ദേശത്തെ യാക്കോബിന്റെ വന്നെത്തിയ കിണർ. ആ കിണറിന്റെ ചുറ്റിന് ഇങ്ങനെ ആട്ടിൻകൂട്ടം കിടക്കുക. ഈ ആട്ടിൻകൂട്ടം മുഴുവനും പറയുന്നത് എന്താണെന്നറിയാമോ? എപ്പോൾ ഈ കല്ലുമാറ്റം, എപ്പോൾ ഈ കല്ലുമാറ്റം, എപ്പോൾ എനിക്ക് വെള്ളം കിട്ടും, എപ്പോൾ എനിക്ക് വെള്ളം കിട്ടും. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഈ ആട്ടിൻകൂട്ടം മുഴുവനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. അപ്പോൾ യാക്കോബ് ഇവരുടെ അടുക്കൽ ചോദിക്കുകയാണ്. യാക്കോബ് ചോദിക്കുകയാണ്, 7-ാം വാക്യം, പകൽ ഇനിയും വളരെ ഉണ്ടല്ലോ. 7-ാം വാക്യം, പകൽ ഇനിയും വളരെ ഉണ്ടല്ലോ, കൂട്ടം ഒന്നിച്ച് കൂടുന്ന നേരമായിട്ടില്ല. ആടുകളെ വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവീനെന്ന് അവൻ പറഞ്ഞു. അപ്പൊ ഈ ആടിന് ഇനി എന്തുണ്ടെന്നറിയാമോ? ഇഷ്ടംപോലെ സമയമുണ്ട്. ആടിന് തിന്നാൻ സമയമുണ്ട്, ആടിന് സഞ്ചരിക്കാൻ സമയമുണ്ട്. ആടിൻ്റെ ദിവസം മുഴുവൻ മുമ്പിൽ കിടക്കുക, ആടിൻ്റെ സാധ്യത മുഴുവൻ മുമ്പിൽ കിടക്കുക. പക്ഷേ ആടിന് എഴുന്നേറ്റ് പോകാൻ കഴിയുന്നില്ല, ആടിന് എഴുന്നേറ്റ് മേയാൻ പറ്റുന്നില്ല, ആടിന് എഴുന്നേറ്റ് പുൽപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. എന്താ പോകാൻ പറ്റാത്തതെന്നറിയാമോ? ഈ ഉറവ അടഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. ആമേൻ. അപ്പോൾ ഈ ഇടയന്മാരുടെ അടുക്ക ചോദിക്കുക, അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വെള്ളമെടുത്ത് അതിങ്ങളെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ആടുകളൊക്കെ എന്തോ ചെയ്യാ? ചാടി എഴുന്നേക്കോ? കിടക്കുന്ന ആടുകൾ ചാടി എഴുന്നേറ്റിട്ട് അവരിങ്ങനെ കുതിച്ച് ഉയരാൻ തുടങ്ങും. അവർ അടുത്ത പാസ്റ്ററിലേക്ക്, അടുത്ത മേച്ചൽപ്പുറത്തിലേക്ക് പോയി അതുങ്ങൾ തിന്നോ. അതുങ്ങൾ ഇങ്ങനെ തിന്നാൽ എന്ത് സംഭവിക്കും? അത് പുഷ്ടിയുള്ളവരായി തീരാം. പക്ഷേ ഈ ആടുകളുടെ കുഴപ്പം എന്താണെന്നറിയാമോ? രാവിലെ ഒരു 10 പുല്ല് തിന്നോ, എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ കിണറിൻ്റെ അടുക്ക വന്ന് കിടക്കോ, വൈകുന്നേരം വരെ അവിടെ കിടന്ന് ഉണങ്ങി അവസാനം ഇച്ചിരി വെള്ളം കിട്ടോ, ആ വെള്ളം കൊണ്ടുപോയി കിടന്നുറങ്ങോ. എന്ത് സംഭവിക്കത്തില്ലെന്നറിയാമോ? ഈ ആടുകൾ പുഷ്ടിപ്പെടത്തില്ല. ഇന്ന് പകൽക്കാല ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ആ ദൈവ ജനത്തിന് തങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്ര സ്തോത്ര സ്തോത്ര. കണ്ടോ, ആടുകൾക്ക് കുടിപ്പാൻ വെള്ളമുണ്ട്. പക്ഷേ ഇത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കത്തില്ല. പിന്നെ എന്തിലേ കൊടുക്കത്തുള്ളൂ? ഒരു നിശ്ചിത സമയത്ത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഇതിന് നിശ്ചിത നേരമെന്നറിയാമോ? കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരം. അതെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുഴുവനും സൗകര്യത്തിന് എന്ത് ചെയ്യത്തുള്ളൂ? ഇതിന് വെള്ളം കിട്ടത്തുള്ളൂ. നാട്ടുകാരുടെ സൗകര്യത്തിന് വെള്ളം കിട്ടുന്നതായ ഒരു ഉറവിങ്കലേക്ക് യാക്കോബ് വന്നു. പക്ഷേ യാക്കോബ് അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. 10-ാം വാക്യം, തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയോ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തോ. ഇന്ന് പകൽക്കാല യാക്കോബ് ആ നാടിൻ്റെ സിസ്റ്റം മാറ്റി. എന്താ കാര്യമെന്നറിയാമോ? യാക്കോബ് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാനെയോ അവൻ്റെ മകൾ റാഹേലിനെയും കണ്ടോ. ഇന്ന് പകൽക്കാലം നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിന്നെ ഒരുത്തനെ കണ്ട് ദൈവം ഒരു രാജ്യത്തിൻ്റെ സിസ്റ്റം മാറ്റുമെന്ന്, നിന്നെ ഒരുത്തനെ കണ്ട് ദൈവം ഒരു ദേശത്തിന്റെ സിസ്റ്റം മാറ്റുമെന്ന്, നിന്നെ ഒരുത്തനെ കണ്ട് ദൈവം ഒരു നാടിന്റെ സിസ്റ്റം മാറ്റുമെന്ന്. ജീസസ്. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കിണറുണ്ട്. പക്ഷേ ആ കിണറ്റിൽ നിന്ന് ആവശ്യം വരുമ്പോൾ വെള്ളം കോരാൻ പറ്റത്തില്ല. അതിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ആമേൻ. നാട്ടിലെ സിസ്റ്റത്തിനനുസരിച്ച് അതിനെ കുടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ചില പ്രത്യേക സമയങ്ങളിലേ അത് വരത്തുള്ളൂ. പക്ഷേ ബെഥെസ്ദ കുളക്കരയിൽ യേശുനാഥൻ ഇറങ്ങി ചെന്നിട്ട് അവളുടെ അടുക്കൽ ചോദിച്ചോ, വെള്ളത്തിലിറങ്ങുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഐ ആം ഗോയിങ് ടു ഡെലിവർ യു നോട്ട് ബൈ വാട്ടർ ബട്ട് ബൈ വേർഡ്. ഞാൻ വെള്ളം കൊണ്ടല്ല, ഞാൻ വചനം കൊണ്ട് നിന്നെ വിടുവിക്കാൻ പോകുന്നു. നിനക്ക് വേണോ വിടുതല്? ആ മനുഷ്യൻ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അഴിഞ്ഞെഴുന്നേറ്റ് അവൻ ദൈവത്തിന് സ്തുതി പാടാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാല കല്ലുരുട്ടി വെച്ച് അവൻ നീ കുടിക്കേണ്ട സമയത്ത് കുടിക്കാതെ നിന്റെ ഉറവുകൾക്കകത്ത് വെച്ചിരിക്കുന്ന ചില കല്ലുകൾ, അത് ഏത് ട്രഡീഷണൽ സ്റ്റോണുകളാകട്ടെ, അത് ഏത് സൊസൈറ്റൽ സ്റ്റോണുകളാകട്ടെ, ഇന്ന് പകൽക്കാല സ്വർഗം കിണറിന്റെ വായിൽ നിന്ന് കല്ല് ഉരുട്ടി മാറട്ടെ. കിണറിന്റെ വായിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റണം. കിണറിന്റെ വായിൽ നിന്ന്
കല്ല് ഉരുട്ടി മാറ്റണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ നന്മയുടെ ഉറവുകളിൽ, നിന്റെ കിണറിൻ്റെ വായ്ക്കൽ വെച്ചിരിക്കുന്ന ചില കല്ലുകൾ ഇന്ന് പകൽ യാക്കോബ് ഇറങ്ങി തള്ളി മാറ്റുമെന്ന്. ആമേൻ. ഇതിങ്ങനെ വല്ലപ്പോഴും അവന്റെ സമയത്തിന് തുറക്കുന്നത് മുഖാന്തര ആടുകൾ മുഴുവൻ മെലിയുകയാ, ആടുകൾ മുഴുവൻ വല്ലാതാവുകയാ. നിന്നെ മെലിയിപ്പിക്കാൻ, നിന്നെ ശോഷിപ്പിക്കാൻ, നിന്നെ ഒന്നുമല്ലാതാക്കാൻ തക്കവണ്ണം നിന്റെ ഉറവുകളിൽ കല്ലുവാരി വെക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല let the stones be rolled away. Move it. Let the stone be rolled away. ഇന്ന് പകൽ പരിശുദ്ധാത്മാവേ നന്ദി. നീ കുടിക്കേണ്ട സമയത്ത് കുടിക്കും. അതിനെതിർ നിൽക്കുന്ന ചില കല്ലുകളെ ദൈവം തള്ളി മാറ്റട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു ഈ ആരാധനയിൽ എൻ്റെ ഉറവിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ആ കല്ലിനെ ദൈവം ഉരുട്ടി മാറ്റും? ആ ഉറവയ്ക്കകത്തുനിന്ന് നീ കുടിക്കും. നിന്റെ നന്മയെ തടസ്സപ്പെടുത്തത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന്, ഉറവിങ്കൽ നിന്ന് ആട്ടിക്കളയും. രണ്ട്, ഉറവിങ്കൽ കല്ലുരുട്ടി വെക്കും. ഞാൻ പറയട്ടെ, ഉറവിങ്കിൽ നിന്ന് ആട്ടിക്കളയും. രണ്ട്, ഉറവിൽ കല്ലുരുട്ടി വെക്കും. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 26 അതിൻ്റെ 15 വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു, നികത്തിക്കളഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഇങ്ങനെ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നെന്ന് പോലും അറിയാത്ത അളവിൽ. ഇന്ന് പകൽ ഞാൻ അതിനകത്തൊന്ന് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടൊരു ഘടകം ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ആരാധന ഉണ്ടായിരുന്നെന്ന്, ഇവിടെ ഇങ്ങനെ ഒരു സഭ ഉണ്ടായിരുന്നെന്ന്, ഇവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടായിരുന്നെന്ന്, ഇവിടെ ഇങ്ങനെ ഒരു പെന്തക്കോസുകാരൻ ഉണ്ടായിരുന്നെന്ന് അഡ്രസ് പോലെ ശേഷിപ്പിക്കാതെ നിന്നെ നാട്ടിൽ നിന്ന് മൂടിക്കളയാൻ, നിന്നെ നികത്തിക്കളയാൻ ശത്രുവിടുന്ന പദ്ധതികൾ ഇന്ന് പകൽ ആത്മാവിൽ ബ്രേക്ക്. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ചില കിണറ്റിൽ നിന്ന് നീ കോരുന്നതിനെ ആദ്യം അവൻ എന്ത് ചെയ്യും എന്നറിയാമോ? ആദ്യം അവൻ എന്ത് ചെയ്യും? ആദ്യം നികത്തത്തില്ല. അത് ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. The Philistines had stopped them and filled them. ആദ്യം അവൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് കോരുന്നത് തടഞ്ഞു. തടയാൻ വന്നപ്പോൾ ഇവർ സമ്മതിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? നികത്തിക്കളഞ്ഞു. Philistine, they stopped them and filled them with earth. ഇന്ന് പകൽക്കാലം നിന്നെ ചില ഇടങ്ങളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, രാത്രി ലൈറ്റ് ഇടാൻ പറ്റത്തില്ല, ആമേൻ, ഉറക്ക പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അറിഞ്ഞോണ, നിന്റെ എർത്തിനെ ഫില്ല് ചെയ്യാൻ തക്കവണ്ണ നിന്നെ ആമേൻ നിന്റെ കിണറുകളെ നികത്താനുള്ള പദ്ധതിയാണ്. നീ വിട്ടുകൊടുക്കരുത്. ആമേൻ. When it is hard to pray, pray hard. ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ നിനക്കിങ്ങനെ ഒരു നന്മ ഉണ്ടായിരുന്നെന്ന് അഡ്രസ് ഇല്ലാതാക്കി കളഞ്ഞു, അഡ്രസ് ഇല്ലാതാക്കി കളഞ്ഞു. പക്ഷേ ഞാൻ അവിടെ നിന്നൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ്. ആമേൻ. ഇസഹാക്ക് എന്നൊരു മകൻ അബ്രഹാമിനുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ വന്നിട്ട് ആമേൻ അപ്പൻ്റെ കാലത്ത് ശത്രു നികത്തിയതിനെയൊക്കെയോ ഇവൻ രണ്ടാമത് കുഴിക്കാൻ തുടങ്ങി.
ഇന്നും പകൽക്കാലം ഞാൻ ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരി കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഒരു കാര്യം പറയുകയാണ്. നിന്റെ അപ്പൻ്റെ കാലത്ത് ദൈവം പകർന്നത്, എന്നാൽ ശത്രു അഡ്രസ് ഇല്ലാതെ വേണ്ട നശിപ്പിച്ചു കളഞ്ഞതുമായ ചില വിഷയങ്ങളെ ഒന്ന് രണ്ടാമത് കുഴിച്ചെടുക്കാൻ, രണ്ടാമത് പൊക്കിയെടുക്കാൻ നിന്റെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ശത്രു മണ്ണിട്ട് മൂടിയെടുത്ത് അതിനെ രണ്ടാമതൊന്ന് കുഴിച്ചെടുക്കാൻ നിന്റെ അപ്പം കിണറ് കുഴിച്ചതാ, പക്ഷെ അങ്ങർക്ക് കോരാൻ പറ്റിയില്ല. ശത്രു എന്ത് ചെയ്തെന്നറിയാമോ? ഫിൽഡ് വിത്ത് എർത്ത്, അവൻ ഭൂമിക്ക് അതിനകത്ത് മണ്ണ് വാരിയിട്ട് അഡ്രസ് ഇല്ലാതാക്കി കളഞ്ഞു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവനോട് അങ്ങനെ ചിലതിനെ അടിച്ചു കളയാൻ പറയുന്നു. ദേശത്തു നിന്ന് നിന്റെ പിതാക്കന്മാരെ അഡ്രസ് ഇല്ലാതാക്കി കളഞ്ഞ ഒരു വല്ലാത്ത പോര് ഇന്ന് പകൽ നീ ബ്രേക്ക് ചെയ്യുകയാണ്. പ്രബോഷ് പ്രബോഷ് പ്രബല ബബ 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 പ്രമമ ബബ ലതുരിയ ലകട്യം പ്രമശതാനി അപപ്രാശ ലാസ്ബതനിയ. യെസ്, നിന്റെ അപ്പൻ അനുഭവിച്ച പോര് നിന്റെ മേളിൽ വീഴത്തില്ല. ഇന്ന് പകൽ ചില ട്രഡീഷണൽ ബോണ്ടേജുകളെ ദൈവം ഇതിനകത്ത് പൊളിക്കുന്നു. Tal 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 utana matana matana mata taba taba praba baba 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 shya praba jala chala 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 rasala katia bata 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 la bakatia pramo 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 praba baba baba rasa ra 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 radana rada 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 raja raja ഉറവിൽ ശത്രു വെച്ച കല്ല് നീ കോരുന്ന വെള്ളം ആട്ടിക്കളയാൻ നിൽക്കുന്ന പോരുകൾ ഇന്ന് പകൽ നിനക്ക് നീ ഇരിക്കുന്ന മൊട്ടക്കുന്നിൽ ദൈവം ഒരു ഉറവ തുറക്കും. ദൈവം നിന്നെ വെള്ളം കിട്ടാതെ ചാകാനല്ലെന്ന് ഇവിടെ കൊണ്ടുവന്നത്, പകരം നിൽക്കുന്ന ഇടത്ത് പ്രാർത്ഥിച്ച് ഒരു ഉറവ തുറക്കാൻ ദൈവം നിന്നെ ഒരു നല്ല ഉറവയിലേക്ക് നടത്തും. ഇന്ന് പകൽ അഭിഷേകം നിന്റെ കണ്ണുകളെ തുറക്കുക. നിന്റെ നന്മ എവിടെ കിടക്കുന്നതെന്ന് നീ കാണും. പക്ഷെ നീ കണ്ടിട്ടും നിന്നെ കുടിപ്പിക്കത്തില്ലെന്ന് പറയുന്ന ഒരു പോരുണ്ടല്ലോ, കണ്ടിട്ടും കുടിപ്പിക്കത്തില്ല. നീ കോരി വെച്ചതിനെ പിടിച്ചെടുത്ത് നിന്നെ ആട്ടിക്കളയുന്ന ഇരുട്ടുകൾ എന്നോട് ചേർന്ന് പറഞ്ഞേ, യേശുവിൻ നാമത്തിൽ ജയം, യേശുവിൻ നാമത്തിൽ ജയം. ഇനി അവൻ കലക്കിക്കളയത്തില്ല, ഇനി അവൻ ആട്ടിക്കളയത്തില്ല. ആമേൻ. ഇന്ന് വരെ നിനക്കൊരു ബന്ധനമുണ്ട്. നീ 2 വട്ടം കോരിയാലേ നിന്റെ ആടിനെ കുടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം കോരുന്നതെല്ലാം ശത്രു കൊണ്ടുപോകും, രണ്ടാമത് കോരുന്നതേ നിന്റെ ആടിന് കുടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് നിനക്ക് വേണ്ടി ഒരുത്തൻ അവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ പേർ യേശുവെന്നാണ്. ആമേൻ. അവൻ പറയുകയാണ്, നീ രണ്ടാമത് കോരുന്നത് കുടിച്ച് നിന്റെ ആദ്യ ഫലം മുഴുവൻ കൊണ്ടുപോകുന്ന ആ കള്ള പിശാചിനെ ഇന്ന് പകൽ ദൈവം ബ്രേക്ക് ചെയ്യുക. മുമ്പിൽ ശത്രു ഉരുട്ടി വെച്ച കല്ല് അത് ഉരുളും. ഒരു യൂണിവേഴ്സൽ റിവൈവൽ വരുമ്പോഴല്ല നിന്റെ വിടുതൽ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു യൂണിവേഴ്സൽ റിവൈവൽ വരുമ്പോഴല്ല നിന്റെ വിടുതൽ. ഒരു സഭയുടെ ഉണർവിലല്ല നിന്റെ വിടുതൽ. യാക്കോബ് റാഹേലിനെ കണ്ടു. യാക്കോബ് റാഹേലിനെ കണ്ടു, കല്ലുരുട്ടി മാറ്റി. ഇന്ന് പകൽ പറ, എന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും.
എന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. വായി തുറന്ന് കര ഉയർത്തി പറ, എന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. കുഞ്ഞുങ്ങളെല്ലാം പറ, നിന്റെ അപ്പനും അമ്മയ്ക്കും ഗതി പിടിക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞിടത്ത് കൊച്ചു കുഞ്ഞൻ നിന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യുമെന്ന് നെഞ്ചത്ത് കൈവച്ച് പറ, എനിക്കൊരു ദൈവമുണ്ട്, അവൻ എന്നെ കണ്ട് ചിലത് ചെയ്യും. അവൻ എന്നെ കണ്ട് ചിലത് ചെയ്യും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ ഭയങ്കരമായ ഫേവറിനെ ഞാൻ സെൻസ് ചെയ്യുകയാണ്. ഞാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നിന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. നിന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. ഈ ഇരിക്കുന്ന കുരുന്നുകളെ കണ്ട് ദൈവം ചിലത് ചെയ്യുമെന്ന്. നിന്നെ കണ്ടിട്ടല്ല, നിന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ദൈവം ചിലത് ചെയ്യാം. ബഹൂരിമിൽ ശിമൈ പ്രാകുമ്പോ ദാവീദ് പറയുക, ശിമൈ പറയുന്നത് കേട്ടിട്ട് ദൈവം എന്തായാലും ചെയ്യുമെന്നല്ല, ശിമൈ പറയുമ്പോൾ ദൈവം എന്റെ സങ്കടം നോക്കിയിട്ട് എനിക്ക് വേണ്ടി ചെയ്യാ. അവര് പറയുന്നത് കേട്ടിട്ടല്ല, നിന്നെ കണ്ടിട്ട്. വായ് തുറന്ന് പറഞ്ഞേ, എന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. കുഞ്ഞുങ്ങളെല്ലാം വായ് തുറന്ന് പറഞ്ഞേ, എന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. എന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. എന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. ഇന്ന് പകൽ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മേളിൽ ദൈവത്തിന്റെ ഒരു സ്പാർക്ക് അടിക്കുക. നിന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും. നിന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യാ. നിന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യാ. രാത്രിയുടെ യാമങ്ങളിൽ ആമേൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യ, നിന്റെ പ്രാർത്ഥനയെ കണ്ട് ദൈവം ചിലത് ചെയ്യാ. ആമേ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മാറി നടക്കുന്ന യൗവനക്കാരാ, നിന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യാ. ആമേ, അപമാനത്തിൽ മുഖം കുനിച്ചിരുന്ന കണ്ണു തുടച്ചിട്ട് നീ എഴുന്നേറ്റ ഒരു മണിക്കൂറില്ലേ, നിന്നെ കണ്ടിട്ട് ദൈവം ചിലത് ചെയ്യാ. നിന്നെ കണ്ടിട്ട് ദൈവം ചിലത് ചെയ്യാ. നിന്നെ കണ്ടിട്ട് ദൈവം ചിലത് ചെയ്യാ. നിന്നെ കണ്ടിട്ട് ദൈവം ചിലത് ചെയ്യും. എന്നാൽ ഞാൻ ശുശ്രൂഷയുടെ പ്രധാന മിനിറ്റുകളിലേക്ക് കയറുകയാണ്. ശുശ്രൂഷയുടെ പ്രധാന മിനിറ്റുകളിലേക്ക്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 32-ാം അധ്യായം. ഹിസ്കിയ രാജാവിന് നേരെ ശക്തമായ യുദ്ധം അശൂരിൽ നിന്ന് വരികയാണ്. യുദ്ധം വരുമ്പോൾ 2 ദിനവൃത്താന്തം 32 അവിടെ യുദ്ധം കടന്നു വരുമ്പോൾ ഇസഹാക്ക് പെട്ടെന്നൊരു കാര്യം പറഞ്ഞു. നമ്മുടെ പട്ടണത്തിൽ ഒത്തിരി ഉറവുകളുണ്ട്. 3-ാം വാക്യം, പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തൻ്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. അവർ അവനെ സഹായിച്ചു. അടുത്ത ഭാഗം, അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി. അശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിൻ്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു. ഹിസ്കിയാവ് തൻ്റെ പട്ടണത്തിലെ നദികളും തോടുകളും തൻ്റെ മതിലിനകത്ത് മാത്രം നിന്നാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹിസ്കിയാവ് തൻ്റെ പിള്ളേരുടെ അടുക്ക പറഞ്ഞു, ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ചാൽ ഉടനെ നീ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടരുത്. നിനക്കൊരു വണ്ടി മേടിച്ചാൽ ഉടനെ അതിൻ്റെ കീയും റിങ്ങും വെച്ച് നീ എന്തോ ഇടരുത്, പോസ്റ്റ് ഇടരുത്. ശത്രു വന്ന്, അശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നതെന്ത്? ഇന്ന് പകൽ ഞാൻ തള്ളാശമാരുടെ അടുക്കൽ പറയുക, നീ തള്ളി 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 നിന്റെ കുടുംബം മുടിക്കരുത്. ആമേൻ. ഇൻസ്റ്റയിൽ തള്ള്, ഫേസ്ബുക്കിൽ തള്ള്, ആമേൻ, സോഷ്യൽ മീഡിയയിൽ തള്ള്, വഴിയെ നടന്ന തള്ള്. നീ തള്ളി 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 അവസാനം നിന്റെ കുടുംബത്തിന് നീ ദോഷം ചെയ്യുകയാണ്. ഹിസ്കിയാവ് പറഞ്ഞു, അശൂർ രാജാക്കന്മാർ വന്നിത് കാണണ്ടായെന്നേ, പകരം നമുക്ക് എന്ത് ചെയ്യുക, ഇത് കവർ ചെയ്യുക. അസൂയക്കാർ കാണാതെ വേണം നമ്മുടെ ഉറവുകൾ കവർ ചെയ്യുക. ദേശത്തിന്റെ നടുക്കുകൂടെ ഒഴുകുന്ന തോടിനെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ? നമുക്ക് കവർ ചെയ്യാം. ഇന്ന് പകൽക്കാലം ഇന്ന് പകൽക്കാലം ചില ഉറവുകളെ ദൈവം കവർ ചെയ്യാൻ പോവുകയാണ്. ചില നന്മയുടെ ഉറവുകളെ ദൈവം കവർ ചെയ്യാൻ പോവുകയാണ്. അവിടെ ഒരുത്തനും ഇനിയും കല്ലുകൊണ്ട് വെക്കത്തില്ല. അവിടെ ഒരുത്തനും വെള്ളം പിടിക്കാൻ വരത്തില്ലെന്ന്. അവിടെ ഒരുത്തനും അവകാശം പറയാൻ വരത്തില്ല. കാരണം
സംതിങ് സൂപ്പർ കോൺഫിഡൻഷ്യൽ. ദൈവം നിനക്ക് വേണ്ടി ഇരു ചെവി അറിയാതെ ദൈവം ഇതിനകത്തു നിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എൻ്റെ ദൈവമക്കളെ, ഇന്ന് ഈ ആരാധനയ്ക്കകത്തിരിക്കുന്നതുൾപ്പെടെ എത്രയോ എൻ്റെ ദൈവ കുഞ്ഞുങ്ങൾക്ക് അത്ഭുതകരമായ വിടുതലുകളെ ദൈവം ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഒരു ദിവസം പോലും ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് തള്ളിയിട്ടില്ല. കാരണം ദാറ്റ് ഈസ് സൂപ്പർ കോൺഫിഡൻഷ്യൽ. ഇന്ന് പകൽക്കാല സൂപ്പർ കോൺഫിഡൻഷ്യലായി ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാം. അതുകൊണ്ടാണ് ഉത്തമഗീതം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന തോട്ട, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്ര ഇട്ടിരിക്കുന്ന ഒരു കിണർ. 12-ാം വാക്യം: എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, അടച്ചിരിക്കുന്ന ഒരു തോട്ടം, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ച നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. എന്ന് പറഞ്ഞാൽ പിശാചിന് വന്നത് എന്ത് ചെയ്യാൻ കഴിയുകയില്ല, കാണാൻ കഴിയത്തില്ല. അസൂയക്കാർക്ക് വന്നത് കാണാൻ കഴിയത്തില്ല. ഞാനൊരു കാര്യം പറയാ, എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കൊച്ചൊരു പാസ് മാർക്ക് കിട്ടിയ ഞാനിവിടെ കൊട്ടിഘോഷിക്കുക. എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തിന് രോഗസൗഖ്യം കിട്ടിയ ഞാനിവിടെ ബാനർ അടിച്ചു കേട്ട. എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തിന് ഒരു ജോലി കിട്ടിയാൽ ഞാനതിവിടെ ഫ്ലെക്സ് അടിച്ചു കേട്ട. പക്ഷേ എൻ്റെ കൂടപ്പറപ്പെന്നുള്ള നിലയിൽ എൻ്റെ ചങ്കിനകത്ത് വെച്ച് നീറി ഞാൻ വഹിക്കുന്ന ഒരുത്തന് നന്മയുണ്ടായാൽ എനിക്ക് പബ്ലിക്കിൽ അവനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യേണ്ട ഗതികേടില്ലെന്നേ. കാരണം എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, അത് മുദ്രയിട്ട് ഞാൻ സൂക്ഷിക്കാം. അതെനിക്ക് തള്ളാനുള്ളതല്ലെന്നേ, അതെനിക്ക് ദൈവത്തിൻ്റെ കൃപയാണെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ ആരംഭ സമയങ്ങളിൽ നിങ്ങളെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ജയം. പക്ഷേ ഇന്ന് ഈ അവസാന മിനിറ്റുകളിൽ ഞാൻ ശുശ്രൂഷ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിന്റെ ഉറവയെ ദൈവം മുദ്രയിടുകയാണ്, നിന്റെ കിണറിനെ ദൈവം മുദ്രയിടുകയാണ്. ആ ഉറവ ഇനി ഉലകത്തിൽ ഒരുത്തനും കാണത്തില്ല. സം സൂപ്പർ കോൺഫിഡൻഷ്യൽ റിസോഴ്സസ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം കൊട്ടിഘോഷിച്ച് ചില കാര്യങ്ങൾ ചെയ്യും കേട്ടോ. കൊട്ടിഘോഷിച്ച് ചില കാര്യങ്ങൾ ചെയ്യും. അത് നമ്മുടെ ഭയം മാറാനാ. ഞാൻ എപ്പോഴും പറയുമല്ലോ, ശൗല് തെറ്റിപ്പോയി. ശമൂവേലിരുന്ന് ഭയങ്കര കരച്ചില. ശമൂവേലിൻ്റെ അടുക്കൽ ദൈവം പറഞ്ഞു, ശമൂവേൽ, നീ എഴുന്നേറ്റ് ബേത്ലഹേമിൽ ഇശായിയുടെ മകനായ ഇശായിയുടെ മക്കളിൽ ഒരുത്തനെ കണ്ടിരിക്കുന്നു. നീ തൈലക്കൊമ്പ് നിറച്ച് അവൻ്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു. ശമൂവേൽ ദൈവത്തിൻ്റെ അടുക്കൽ പറഞ്ഞു, കർത്താവേ, ഞാനിപ്പോൾ അങ്ങോട്ട് പോയെന്നറിഞ്ഞാൽ ശൗൽ എന്നെ കൊല്ലും. ഹായിയോടാ, നീ വെളുപ്പിനെ എഴുന്നേറ്റ് ആദ്യത്തെ ഫാസ്റ്റിന് തലേ സ്കാർഫും കട്ടി ചുരിദാറിൻ്റെ ഷാളെടുത്ത് മൂടി പുതച്ചു വെക്കും. അങ്ങനെയാണോ ദൈവം പറഞ്ഞേ? അല്ല, നീ അവിടെ കാണുള്ള ഒരു പശുക്കിടാവിനെ കൂടെ പിടിക്കണം കേട്ടോ. ആ പശുക്കിടാവിനെ നീ വലം കയ്യിൽ പിടിച്ച് ഇടം കയ്യിൽ തൈലക്കൊമ്പം പിടിച്ച് നീ ബേത്ലഹേമിലേക്ക് നടന്നു പോകണം. വഴിനീള നീ പോകുന്നെന്ന് പശുക്കിടാവ് മണിയടിച്ചുകൊണ്ട് പറഞ്ഞോളൂ. അമ്മേൻ. തള്ളപ്പശുവിൻ്റെ അടുത്ത് നിന്ന് ഒരു പശുക്കിടാവിനെ പിടിച്ചുകൊണ്ട് വന്നാൽ ആ പശുക്കിടാവ് അന്നേരം തുടങ്ങി എന്തോ ചെയ്യും? കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ശമൂവേൽ ഈ ബേത്ലഹേമിൽ ചെല്ലുന്നിടം വരെ തമ്പുരാ സായാറിനിട്ട് ഓടിപ്പിച്ചെന്ന്. എന്നാൽ ആമേൻ, ശൗലല്ല, ശൗലിൻ്റെ വലിയപ്പൂപ്പനും കൂടെ അറിഞ്ഞോട്ടെ, ഞാൻ നിന്നെ ബേത്ലഹേമിൽ കൊണ്ടുപോയി അടുത്ത രാജാവിനെ എടുത്തെന്ന്. എടാ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് പത്രോസിനെ വിടുവിക്കുന്ന ദൈവമല്ല, ഞാൻ സ്പോട്ട് ലൈറ്റ് ഇട്ട് പത്രോസിനെ പുറത്തെടുക്കുന്ന ദൈവമാണ്. ഞാൻ തൻ്റെ ഇടമുള്ള ദൈവമാണ്. പക്ഷേ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ രഹസ്യത്തിലാണ് ചെയ്യുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ രഹസ്യത്തിലാണ് ചെയ്യുന്നത്. പത്രോസിനെ കൊട്ടവഴി ഇറക്കി വിടുമ്പോഴും, പൗലോസിനെ കൊട്ടവഴി ഇറക്കി വിടുമ്പോഴും, അപ്പോസ്തലന്മാർക്ക് കാരാഗ്രഹം തുറക്കുമ്പോഴും, പൗലോസിനും ശീലാസിനും വേണ്ടി തടവറകളെ പൊളിക്കുമ്പോഴും ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തത്? ജനം അറിഞ്ഞത്. യേശുവിനെ ക്രൂശിച്ചത് നാട്ടുകാരെ മൊത്തം ദൈവം വിളിച്ചു പറഞ്ഞു. പക്ഷെ ഉയർത്തെഴുന്നേറ്റത് തമ്പുരാൻ രായിക്ക് രാമാനം പൊക്കിക്കൊണ്ടുപോയി.
ഇന്ന് പകൽക്കാലം നിൻ്റെ വിടുതൽ ഒരു സൂപ്പർ കോൺഫിഡൻഷ്യലായി ചെയ്യും. ഞാൻ അതിനോട് ചേർത്തൊന്ന് പറയുകയാണ്, നിൻ്റെ ഉറവുകളെ ദൈവം മുദ്രയിടുകയാണ്. ഞാൻ ചോദിക്കുന്നു, എങ്ങനെ മുദ്രയിടും? എങ്ങനെ മുദ്രയിടും? എങ്ങനെ മുദ്രയിടും? ഞാൻ ആരംഭത്തിങ്കൽ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ജയം. എന്നാൽ അടുത്ത ഭാഗം നിങ്ങൾ പറ, എങ്ങനെ മുദ്രയിടും? യേശുവിൻ്റെ രക്തത്തിൽ ജയം.